നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. നടന്റെ കയ്യേറ്റത്തിന് ആശ്വാസം. നടൻ ജയസൂര്യയുടെ ചെലവന്നൂരിലെ കായൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ഹൈക്കോടതി സ്റ്റേ. താരം കായൽ കയ്യേറി നിർമ്മിച്ച ചുറ്റുമതിൽ പൊളിക്കുന്നതിനാണ് സ്റ്റേ. ഉത്തരവ് കൊച്ചി നഗരസഭയുടെ നടപടിക്കെതിരെ ജയസൂര്യ നൽകിയ ഹർജിയിൽ. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശം. ജയസൂര്യ കായൽ കയ്യേറി നിർമ്മിച്ച ബോട്ട് ജെട്ടി ഇന്നലെ കൊച്ചി കോർപ്പറേഷൻ പൊളിച്ചു നീക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷൻ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ. കടവന്ത്ര ചെലവന്നൂരിൽ 3000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വീട് നിർമ്മിക്കുന്നതിനായി ജയസൂര്യ തീരദേശ പരിപാലന സംരക്ഷണ നിയമവും മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടവും ലംഘിച്ചെന്ന് പരാതി. ജയസൂര്യ കായൽ കയ്യേറി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതായി പരാതി ലഭിച്ചത് 1.5 വർഷം മുൻപ്. കയ്യേറ്റം പൊളിക്കാൻ കൊച്ചി കോർപ്പറേഷൻ നോട്ടീസ് നൽകിയതിനെ ചോദ്യം ചെയ്ത് ജയസൂര്യ സമർപ്പിച്ച അപ്പീൽ തദ്ദേശ ട്രൈബ്യൂണൽ നേരത്തെ തള്ളിയിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് താരത്തെ 3ാം പ്രതിയാക്കി. കേസിൽ 1ാം പ്രതി കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയും 2ാം പ്രതി ബിൽഡിംഗ് ഇൻസ്പെക്ടറും. കയ്യേറ്റത്തിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി FIR രജിസ്റ്റർ ചെയ്തെങ്കിലും 1.5 വർഷമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് വിവാദമായിരുന്നു. പോലീസ് പണി തുടങ്ങി. മുൻ റേഡിയോ ജോക്കി രാജേഷ് കുമാറിന്റെ കൊലപാതകത്തിൽ ആദ്യ അറസ്റ്റ്. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊട്ടേഷൻ സംഘം താമസിച്ചിരുന്ന വീടിന്റെ ഉടമ കൊല്ലം സ്വദേശി സനുവിനെ. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ സനുവിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം. സനുവിന്റെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാത്ത വാളും പിടിച്ചെടുത്തു. കൊലപാതകത്തിന്റെ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നതിനെ തുടർന്ന് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് സൂചന. അതിനിടെ കൊലപാതകത്തിലെ മുഖ്യപ്രതി സാലിഹ് ബിൻ ജലാലിനെയും കൊട്ടേഷൻ നൽകിയ ഖത്തറിലെ വ്യവസായി ഓച്ചിറ സ്വദേശി അബ്ദുൾ സത്താറിനെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി അന്വേഷണ സംഘം. രാജേഷിനെ കൊലപ്പെടുത്തിയത് ഓച്ചിറ സ്കൈലാബ് ജംഗ്ഷനിലെ സാലിഹ് ബിൻ ജലാൽ എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത് ഇന്നലെ. വിദേശത്തു നിന്നും നാട്ടിലെത്തി കൊലപാതകത്തിൽ പങ്കാളികളായി എന്ന സംശയത്തിൽ ഇയാൾക്കും സുഹൃത്ത് അപ്പുണ്ണിക്കുമെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സർക്കാരിന് പ്രഹരം. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. സർക്കാരിന്റെ ബിൽ നിയമവിരുദ്ധമെന്ന് കോടതി. 2 കോളേജുകളിലും പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്താക്കണം. വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത്. നിയമസഭ പാസാക്കിയ സർക്കാർ ഓർഡിനൻസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സഭ പാസാക്കിയ ബിൽ ഗവർണർക്ക് തിരിച്ചയക്കാം. നിയമനിർമ്മാണ സഭയ്ക്ക് കോടതിയുടെ അധികാരത്തെ ലംഘിക്കാനാവില്ല. മാനേജ്മെന്റുകളിൽ നൽകിയ മുഴുവൻ രേഖകളും വ്യാജം. ഇക്കാര്യം നേരിട്ട് ബോധ്യമായി എന്നും സുപ്രീം കോടതി. ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജിലെ പ്രവേശനം സാധൂകരിക്കുന്ന ബില്ല് പാസാക്കിയത് ഇന്നലെ. വിദ്യാർത്ഥികൾക്കായി ഹാജരായ അഭിഭാഷകനും കോടതിയുടെ വിമർശനം. കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വിധി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. കുട്ടികളെ മാനേജ്മെന്റ് വഞ്ചിച്ചതുകൊണ്ട് മാത്രമാണ് സർക്കാർ ഇടപെട്ടതെന്നും മന്ത്രി. അതിനിടെ കോടതി വിധിയിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് VM സുധീരൻ. വിധി പ്രതിപക്ഷത്തിന് നാണക്കേട്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ല. താൻ KPCC അധ്യക്ഷനായിരുന്നുവെങ്കിൽ ഇത് അനുവദിക്കുമായിരുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ച എന്നും സുധീരൻ. സൽമാന് 5 വർഷം. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ ബോളിവുഡ് താരം സൽമാൻ ഖാന് 5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് കോടതി. താരം 10,000 രൂപ പിഴയും നൽകണം. സൽമാനെ ജോധ്പൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കനത്ത സുരക്ഷാ വലയത്തിൽ വിധി പ്രഖ്യാപിച്ചത് രാജസ്ഥാനിലെ ജോധ്പൂർ CJM കോടതി. കേസിന്റെ പശ്ചാത്തലത്തിൽ രാജസ്ഥാൻ കോടതിയിൽ പോലീസ് ഒരുക്കിയിരുന്നത് 3 തരത്തിലുള്ള സുരക്ഷ. കൂട്ടുപ്രതികളായ ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലി ഖാൻ, തബു, നീലം കോത്താരി, സൊണാലി ബാന്ദ്രെ എന്നിവരെ വെറുതെ വിട്ടു. 1998 രജിസ്റ്റർ ചെയ്ത കേസിൽ സൽമാനെ കുറ്റക്കാരനായി കണ്ടെത്തി വിധി വരുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം. വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ച് മാനുകളെ വെടിവെച്ചു കൊന്നതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ മാർച്ച് 28-ന് വാദം പൂർത്തിയായിരുന്നു. സൽമാൻ അടക്കം മുഴുവൻ പ്രതികളും വിധി കേൾക്കാനെത്തിയിരുന്നു. ബോളിവുഡ് താരം വിചാരണ നേരിടുന്നത് വംശനാശത്തിന്റെ വക്കിലെത്തിയ ബ്ലാക്ക് ബക്ക് എന്ന അപൂർവ മാനിനെ 1998 ഒക്ടോബർ 1-ന് വേട്ടയാടുകയും നിയമവിരുദ്ധമായി ആയുധം കയ്യിൽ വയ്ക്കുകയും ചെയ്ത കേസിൽ. ഹം സാത്ത് സാത്ത് ഹേ എന്ന ഹിന്ദി സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു കങ്കാണി ഗ്രാമത്തിൽ 2 കൃഷ്ണമൃഗങ്ങളെ സൽമാനും സുഹൃത്തുക്കളും ചേർന്ന് വെടിവെച്ചു കൊന്നത്. കളി സ്റ്റാർ ആകും. അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യയിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം സ്റ്റാർ ടെലിവിഷന്. ടെലിവിഷൻ ഡിജിറ്റൽ സംപ്രേഷണാവകാശം സ്റ്റാർ സ്വന്തമാക്കിയത് 6138 കോടി രൂപയ്ക്ക്. ഇതോടെ ശരാശരി ഒരു ക്രിക്കറ്റ് മത്സരത്തിന് BCCIക്ക് ലഭിക്കുന്നത് 60 കോടി രൂപ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ടീന ചേരും. നമസ്കാരം.